വയനാട് പുനരധിവാസത്തിന് ഗ്രാന്റിന് പകരം വായ്പ അനുവദിച്ച കേന്ദ്ര നിലപാടിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. വേണ്ടിവന്നാൽ സർക്കാരുമായി യോജിച്ച പ്രതിഷേധത്തിന് തയ്യാറാണെന്ന് കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ അറിയിച്ചു. 45 ദിവസത്തിനകം 529 കോടി രൂപ ചെലവഴിച്ച് അതിന്റെ കണക്ക് കാണിക്കണമെന്ന വ്യവസ്ഥ വയനാടിനെ അപമാനിക്കുന്നതാണെന്നാണ് വിമർശനം. എന്നാൽ കേന്ദ്ര തീരുമാനത്തെ ന്യായീകരിച്ച് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്ത് വന്നു. നാടിന് അർഹതപ്പെട്ട് നാടിന് നൽകണ്ടേ? നമ്മൾ ഈ രാജ്യത്തിന് ചേരാത്തവരാണോ? ഈ രാജ്യത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ പറ്റാത്തവരാണോ? ഈ രാജ്യത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ നേരത്തെ പറഞ്ഞ നമ്പർ 1 ഇല്ലേ, വിവിധ സ്ഥാനങ്ങളിൽ നമ്പർ 1 സ്ഥാനം കരസ്ഥമാക്കിയുള്ള സംസ്ഥാനമാണ് കേരളം. വയനാട് പുനരധിവാസത്തിനായി 2000 കോടിയുടെ പാക്കേജ് കാത്തിരുന്ന കേരളത്തിന് കേന്ദ്രം നൽകിയത് 529 കോടിയുടെ വായ്പ. മാർച്ച് 31-നകം പ്രവൃത്തി പൂർത്തിയാക്കി കണക്ക് നൽകിയാൽ പണം അനുവദിക്കും. 45 ദിവസത്തിനകം നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കാൻ കഴിയില്ല. ലോണെന്ന് പറഞ്ഞാൽ ഉപാധികളോടുകൂടിയുള്ള ലോണാണ്. സാസ്കി എന്ന് പറയുന്ന സെൻട്രൽ അസിസ്റ്റന്റ് ഫോർ സ്റ്റേറ്റ്സ് ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന വിഭാഗത്തിൽപ്പെടുത്തി കേരളത്തിന് നൽകിയിരിക്കുന്ന ലോണിലും നിബന്ധനകൾ എന്നുള്ളതാണ് ഏറ്റവും ഭീകരമായ പ്രശ്നം. വയനാട് പുനരധിവാസത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ പ്രക്ഷോഭരംഗത്തുള്ള പ്രതിപക്ഷവും കേന്ദ്ര തീരുമാനത്തിലെ അപ്രായോഗികത ചോദ്യം ചെയ്യുന്നു. കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്, പരിഹസിക്കുന്നതിന് തുല്യമാണ്, കേരളത്തോടുള്ള പൂർണ്ണമായ അവഗണനയാണ്. സമരത്തിന് കൈകോർക്കാനും കോൺഗ്രസ് തയ്യാറാണ്. അത് കേന്ദ്രത്തിന്റെ പൈസ വേണ്ടിയിരുന്നില്ല. അത് നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ വായ്പ കൊടുക്കുന്ന ആളുകളുണ്ട്. നമുക്ക് നമ്മുടെ നാട്ടിൽ ജനങ്ങളോടാണ്. അവരുള്ള വീടും ഉള്ളതെല്ലാം എല്ലാ സമ്പാദ്യവും നഷ്ടപ്പെട്ടവരാ. അവരെ സഹായിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് രാഷ്ട്രീയം? അതേസമയം വായ്പാ തിരിച്ചടവിന് കേന്ദ്ര സർക്കാർ നൽകിയ 50 വർഷം കാലാവധി ഉയർത്തിക്കാട്ടി ന്യായീകരിക്കുകയാണ് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. 50 വർഷത്തേക്കുള്ള പലിശരഹിത വായ്പയാണ്. ഫലത്തിൽ അതൊരു ഗ്രാന്റ് തന്നെയാണ്. പിന്നെ 50 വർഷം കഴിഞ്ഞിട്ട് ഇത് തിരിച്ചടയ്ക്കുന്നതിനെ പറ്റിയിട്ടുള്ള വേവലാതി പിണറായി വിജയനോ ഇവിടുത്തെ UDF ഇപ്പോൾ നടത്തണ്ട. വയനാട് പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ടൗൺഷിപ്പ് പദ്ധതിക്കായി സ്ഥലമേറ്റെടുക്കൽ നടപടി പുരോഗമിക്കുകയാണ്. കേന്ദ്രത്തിന്റെ കർശന മാനദണ്ഡങ്ങൾ മറികടന്ന് എങ്ങനെ വായ്പാ തുക ചിലവഴിക്കാൻ കഴിയുമെന്നാണ് സംസ്ഥാന സർക്കാർ തലപുകഞ്ഞ് ആലോചിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.